വെരി വെരി ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ ബാൽക്കണി നോക്കിയുള്ള വ്യൂ ആണ് കേട്ടോ. നിറയെ ഫ്ലാറ്റായിരുന്നു. ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ കുളിക്കുക, ഇറങ്ങുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അത് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ പോവുക, അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. കുറച്ച് പേർക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഏതാ പ്ലേസ് എന്നുള്ളത്. ഞാൻ പോകുന്ന വഴി പറഞ്ഞു തരാം കേട്ടോ. ഇത് ഞാൻ ഇവിടെ വന്ന ശേഷം ആദ്യമായിട്ടാണ് മെട്രോ കാണുന്നത്. പക്ഷേ ഇത് കട്ട സ്ലോ ആയിരുന്നു, എന്താണെന്നറിയില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡിൻ്റെ സ്പോട്ട്, വേറെ എവിടെയല്ല, രാമേശ്വരം കഫേ. ബാംഗ്ലൂർ വന്നിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാതെ പോകുന്നത് മോശമല്ലേ. അപ്പം ഞങ്ങൾ രാവിലെ ഒരു 10:11 ആയപ്പോഴത്തേക്ക് എത്തിയപ്പോഴും ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ക്വാളിറ്റി, ഫുഡ് അത്ര സൂപ്പർ ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. ഞങ്ങൾ പറഞ്ഞത് ഇഡ്ഡലി പറഞ്ഞു, പിന്നെ ദോശ പറഞ്ഞു. എനിക്ക് ഇഡ്ഡലി അത്രയ്ക്ക് ഇഷ്ടമല്ല, കഴിക്കുമെങ്കിലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ദോശയാണ്. ബട്ടർ ദോശയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരു രക്ഷയില്ല, എൻ്റെ അമ്മോ സൂപ്പർ. ഇനി ബാംഗ്ലൂർ പോകാമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ ഇവിടെ പോയിട്ട് ഈ സാധനം തന്നെ പറയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കോമൺ സ്ട്രീറ്റിലേക്കായിരുന്നു. ഷോപ്പിംഗ് ആയിരുന്നു മെയിൻ ഉദ്ദേശം. പക്ഷെ വേറെ ഒന്നും അങ്ങനെ വാങ്ങാൻ പറ്റില്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ ഷോപ്പുണ്ടായിരുന്നു, കുറേ നടക്കാനുണ്ടായിരുന്നു. നടന്ന് മടുക്കും നമ്മൾ. ഇത് രാഹുലെ 2 ഫ്രണ്ട്സ് ആയിരുന്നു, അവരും ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് മേഘ്ന ബിരിയാണി, അത് അവിടുത്തെ ഫേമസ് ആണ്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. അവിടുത്തെ 3 സ്പെഷ്യൽ ബിരിയാണി ഞങ്ങൾ പറഞ്ഞത്. എൻ്റെ അമ്മയും ഞങ്ങൾ 5 പേരുണ്ടായിട്ട് 3 ബിരിയാണി കൂടെ ഞങ്ങൾക്ക് തിന്നു തീർക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആ ബിരിയാണി. അവർ സെർവ് ചെയ്യുന്ന കാണാനും പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലസ്സി പറഞ്ഞു. ഞാൻ നോർമൽ ലസ്സിയും അവൾ മാംഗോ ലസ്സിയായിരുന്നു പറഞ്ഞത്. 2 ലസ്സി സൂപ്പറായിരുന്നു കേട്ടോ. കഴിച്ച് അവിടുന്ന് വയറ് നിറച്ച് ഇറങ്ങി. ഇനി എങ്ങോട്ട് പോകും, എന്താണ് അടുത്ത പ്ലാൻ എന്നായിരുന്നു ആദ്യം ആലോചിച്ചത്. ഒരു സ്ട്രീറ്റ് കഴിഞ്ഞു, ഇനി അടുത്ത സ്ട്രീറ്റ് ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയേക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്ന് ഞങ്ങൾ. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വായി നോക്കിയൊക്കെ നടന്ന്, പിന്നെ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന് ആലോചിക്കുന്ന നടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. ഇതിങ്ങനെ യൂട്യൂബിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാം വീഡിയോസിനകത്തൊക്കെ വൈറലായിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അവൾ ആദ്യം കയറി നിന്നു. കുറേ ഇങ്ങനെ പറ്റിച്ചു ആ ചേട്ടന്. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കൈ കിട്ടിയായിരുന്നു. പക്ഷേ അവളിങ്ങനെ വായിക്കുന്നതിൻ്റെ സ്പീഡിലായിരിക്കും, അത് അവളുടെ കയ്യിൽ നിന്ന് താഴെ പോയായിരുന്നു കേട്ടോ. അത് ഈ വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ ഇന്നാ കൊച്ചെ പിടിച്ചു ലാസ്റ്റ് സൈയിട്ടായിരിക്കും കൊടുത്ത അവളുടെ കയ്യിൽ. ഞങ്ങളത് വാങ്ങിച്ചിങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ പോയത് വിധാൻ സൗധ, അതായത് കർണാടകയിലെ നിയമസഭാ മന്ദിരമാണത്. ഒരു 59 വർഷം എന്തോ പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങിന്. പക്ഷേ അത് കണ്ടാൽ പറയില്ല കേട്ടോ, സൂപ്പറായിരുന്നു അത് കാണാൻ വേണ്ടി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ ഒരു നിയമസഭാ മന്ദിരം അടുത്തിങ്ങനെ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കെട്ടിടമായിരുന്നു കേട്ടോ. നിറയെ ആൾക്കാരും ഉണ്ടായിരുന്നു. നിങ്ങളാരെങ്കിലും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി പോകുമ്പോൾ മസ്റ്റായിട്ട്